36 വർഷങ്ങൾക്ക് ശേഷം വീരനായ ചന്തു വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. MDയുടെ തൂലികയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ക്ലാസിക് മമ്മൂട്ടി ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ റിലീസ് ചെയ്ത് 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തുകയാണ്. ഈ വർഷം ഏപ്രിൽ 7-ാം തീയതിയാണ് ചിത്രം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ചിത്രം 4K റെസൊല്യൂഷനിൽ ഡോൾബി അറ്റ്മോസ് ക്വാളിറ്റിയിൽ റീസ്റ്റോർ ചെയ്ത പതിപ്പാണ് റിലീസിനൊരുങ്ങുന്നത്. പാലേരി മാണിക്യം, വല്യേട്ടൻ, ആവനാഴി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. വടക്കൻ പാട്ടുകളിൽ ആരോമൽ ചേകവർ ചതിച്ചുകൊന്ന ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തെ പ്രതിനായക വേഷത്തിൽ നിന്നും നായക വേഷത്തിലേക്ക് MD വാസുദേവൻ നായർ പറിച്ചു നടുകയായിരുന്നു. ഒരു വടക്കൻ വീരഗാഥയിലൂടെ 1990-ൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി നേടിയെടുത്തു. കൂടാതെ മികച്ച തിരക്കഥയ്ക്കും പ്രൊഡക്ഷൻ ഡിസൈനിനുമുള്ള ദേശീയ പുരസ്കാരങ്ങളും മികച്ച സംവിധായകനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ചിത്രം നേടിയിരുന്നു. 8 പുരസ്കാരങ്ങളുമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവേദിയിലും ഈ ക്ലാസിക് ചിത്രം ചരിത്രം സൃഷ്ടിച്ചു. സിനിമാ സംഘടനയായ അമ്മയുടെ ഓഫീസിൽ മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും സാന്നിധ്യത്തിൽ മോഹൻലാൽ ആണ് ചിത്രത്തിന്റെ 4K ട്രെയിലർ പുറത്തുവിട്ടത്. ട്രെയിലർ ഇതിനകം തന്നെ 2 ലക്ഷത്തോളം കാഴ്ചക്കാരെ സ്വന്തമാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കുമൊപ്പം ബാലൻ K നായർ, ക്യാപ്റ്റൻ രാജു, ഗീത, മാധവി, ചിത്ര, വിനീത് കുമാർ, ജോമോൾ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു.